ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാർ മൂടിവെച്ചത് കോടതി കണ്ടെത്തി. ഗുരുതര വിഷയങ്ങളാണ് കണ്ടെത്തിയത്. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ കോടതി അടിവരയിട്ടു. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല, അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ അവിടെയുള്ള ദ്വാരപാലക ശില്പം വേറെ മോൾഡുണ്ടാക്കി, വ്യാജ മോൾഡുണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തതും ഒറിജിനലായിട്ടുള്ള സംഭവം ആർക്കോ വിറ്റതുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട്. അവരുടെ ഭീതിയും ഉത്കണ്ഠയും അകറ്റാൻ വേണ്ടി കൂടിയാണ് ഹൈക്കോടതി വേറെ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യരുത്, ഇത് നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് SITയോട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ആശ്വാസകരമായ ഒരു വിധിയാണ്. യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അയ്യപ്പന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി സംരക്ഷിക്കാനും അത് മെയിന്റനൻസ് നടത്തേണ്ട സമയത്ത് മെയിന്റനൻസ് നടത്താനുമുള്ള നിലവിലുള്ള പ്രൊസീജിയർ മുഴുവൻ, നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് വ്യക്തമാകുന്നത്. ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം.